ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സോളാർ വിഷയം എന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ രൂക്ഷ വിമർശനവുമായി ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയമ്മ ഉമ്മൻചാണ്ടി ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അവർ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച അവരുടെ ഹൃദയത്തിന്റെ വ്യഥകളും വേദനകളും അവർ പുറത്തേക്ക് പറഞ്ഞപ്പോൾ അവരെ അന്ന് ആശ്വസിപ്പിച്ചത് ദൈവത്തിന്റെ വചനമായിരുന്നു. ആ വചനം പറഞ്ഞുകൊണ്ടാണ് അവര് ആ പ്രസ്താവന നടത്തിയത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും, എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും, സിനിമാ താരങ്ങളാണെങ്കിലും, രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും, മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരുമാണെങ്കിലും, ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിരുന്ന വ്യക്തിയാണെങ്കിലും, സാധാരണക്കാരനായിരിക്കുന്ന ആളുകളാണെങ്കിലും, ചില സന്ദർഭങ്ങളിലെങ്കിലും ചില വിവാദ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അത് പല രീതിയിലായിരിക്കാം. ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് മൂലമാകാം, ഒരുപക്ഷെ ഏതെങ്കിലും അബദ്ധത്തിൽ വന്നു കയറിയ കടക്കണി മൂലമാകാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീ വിഷയങ്ങളാകാം. ഏതെങ്കിലും ഒരു തരത്തിൽ ഏതൊരു വ്യക്തിയും ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും. ആ കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ ആ പ്രശ്നം ഒരുപക്ഷെ ഇല്ലാത്തതായിരിക്കും. ആ പ്രശ്നം ഇല്ലാത്തതാണെങ്കിൽ ധൈര്യമായിട്ട് നിൽക്കാനായിട്ട് പറ്റും. പക്ഷെ പ്രശ്നമില്ലാത്തതാണെങ്കിൽ പോലും ആ സമയത്ത് ഈ പ്രശ്നം ഇത് വെറുതെ നുണയാണ്, വ്യാജമാണെന്ന് അറിയാമായിരുന്നിട്ട് പോലും കൂടെ ഉണ്ടെന്ന് നാം വിശ്വസിച്ചിരുന്ന ആളുകൾ മാറി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം തകർക്കപ്പെടുന്നത്. പ്രശ്നമല്ല നമ്മളെ തകർക്കുന്നത്, ആ പ്രശ്നത്തിന് നടുവിൽ നമ്മോട് കൂടെ ഉണ്ട് എന്ന് നാം വിശ്വസിച്ചിരുന്ന ആളുകൾ അതൊരു പ്രശ്നമായിട്ട് അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് മാറിപ്പോകുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നത്. ആ കുടുംബം അവർ തകർന്നു പോയ സന്ദർഭത്തെക്കുറിച്ച് മറിയാമ്മ ഉമ്മൻ എന്ന് പറയുന്ന സഹോദരി പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ കരച്ചിൽ വന്നു. കാരണം അവരെ ആ സമയത്ത് ആശ്വസിപ്പിച്ചതും ദൈവത്തിന്റെ വചനമാണ്. അവരെ അതിനായിട്ട് ഉപയോഗിച്ച വചനം എന്ന് പറയുന്നത് സങ്കീർത്തനം 69:20 വാക്യമാണ്. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. ഇത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഇതൊരു മശിഹ സങ്കീർത്തനമാണ്. അതായത് ദാവീദ് പ്രവചന ആത്മാവിൽ തന്നെ ലഭിച്ചിരിക്കുന്ന അഭിഷേക നിമിത്തം കർത്താവായ യേശുക്രിസ്തു ക്രൂശിന്മേൽ അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചും നിന്ദകളെക്കുറിച്ചും അപമാനങ്ങളെക്കുറിച്ചും താൻ പ്രവചന ആത്മാവിൽ രചിക്കപ്പെട്ട ഒരു പ്രവചന സങ്കീർത്തനമാണ് ഈ 69 സങ്കീർത്തനം. അതിനകത്ത് കർത്താവായ യേശുക്രിസ്തു ക്രൂശിന്മേൽ കിടക്കുമ്പോൾ യേശുക്രിസ്തുവിനെ തകർത്തതും ഇത് തന്നെയാണ്. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഒരു പാപവും ചെയ്തിട്ടില്ല, ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഒത്തിരി നന്മകൾ ചെയ്തിരിക്കുന്നു. 5000-ലധികം പേർക്ക് ഭക്ഷണം, 7000-ലധികം പേർക്ക് ഭക്ഷണം, കുരുടന്മാർക്ക് കാഴ്ച, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, ചെകിടരെ കേൾക്കുമാറാക്കി, ഊമരെ സംസാരിക്കുമാറാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, തൻ്റെ ശിഷ്യന്മാർക്ക് കാര്യങ്ങളെല്ലാം പകർന്നു കൊടുത്തു. എന്നാൽ താൻ ക്രൂശിലേക്ക് പോകുമ്പോൾ തന്നോടൊപ്പം ഒരു സഹതാപത്തിന് വേണ്ടിയെങ്കിലും ആരും കൂടെ ഉണ്ടായിരുന്നില്ല. താൻ ചുറ്റും നോക്കി, ആരെങ്കിലും ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് കാണുവാനായിട്ട് ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. അവിടെ കർത്താവ് ആ ക്രൂശിന്മേൽ കിടക്കുമ്പോൾ തൻ്റെ അനുഗ്രഹം കൈപ്പറ്റിയ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ യെരുശലേമിന്റെ സമീപത്തോടെ കടന്നു പോവുക. അവർ പറഞ്ഞെന്താണെന്നറിയോ? മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നീ നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, എന്നാൽ ഞങ്ങൾ കണ്ടു വിശ്വസിക്കാമെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ അപമാനിക്കുകയായിരുന്നു. ആ ക്രൂശ് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു സ്വയം ഏറ്റെടുത്തതാണ്. വേറൊരു വഴിയുമില്ല. മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ തൻ്റെ ക്രൂശ് മരണമല്ലാതെ വേറൊരു വഴിയുമില്ല. ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ അവന് കഴിയുമായിരുന്നു. മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവം, കടലിന്റെ മീതെ നടന്ന ദൈവം, അവന് ക്രൂശിന്മേൽ നിന്ന് ഇറങ്ങി വരുവാൻ ഈസി ആയിട്ട് കഴിയും. പക്ഷെ ക്രൂശിന്മേൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരം നടക്കുകയില്ല. അതുകൊണ്ട് അവൻ ആ അപമാനമൊക്കെ അലക്ഷ്യമാക്കി, ആ നിന്നൊക്കെ അവൻ മാറ്റിക്കളഞ്ഞു. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ എന്ന് പറയുന്ന വ്യക്തി, അവർ രണ്ടുപേരും, മറിയാമ്മ ഉമ്മനും ഉമ്മൻചാണ്ടിയും പരസ്പരം നോക്കി. അതിനുശേഷം ഈ മറിയാമ്മ ഉമ്മൻ കുഞ്ഞുഞ്ഞിനോട്, അല്ലെങ്കിൽ ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മുൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുഞ്ഞെ, നിനക്ക് ഒത്തിരി വ്യക്തിബന്ധങ്ങളുണ്ടല്ലോ, നിനക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടല്ലോ, എവിടെ അവരൊക്കെ എവിടെയാണ്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ജീവിതത്തിൽ പകച്ചു പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. കാരണം നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഒരു കുറ്റം ചെയ്തിട്ടില്ല, നിനക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ
നിന്നെ വേദനിപ്പിക്കുന്ന ഒന്ന് നിന്നോട് കൂടെ ഉണ്ട് എന്ന് നീ വിശ്വസിച്ചിരുന്ന സ്വന്തക്കാരും ബന്ധുക്കളും നിന്റെ സുഹൃത്തുക്കളും മാറി നിൽക്കുമ്പോഴാണ് നിന്റെ ഹൃദയം തകർന്നു പോകുന്നത്. അവർ പറയുകയാണ്, അവർ ഈ വചനം എടുത്തു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിന്മേൽ കിടന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച്, ക്രൂശിന്മേൽ കിടക്കുന്ന യേശുക്രിസ്തുവിന് വരാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെ കുറിച്ച് ദാവീദ് സങ്കീർത്തനത്തിൽ രചിച്ചിരിക്കുന്ന ആ വചനം എടുത്തിട്ട് അവർ പറയുകയാണ്, നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. ഈ വചനം നമുക്ക് എത്ര ആശ്വാസം നൽകുന്നതാണ്. അതിനുശേഷം അവർ വീണ്ടും ഒരു വാക്യം വായിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് അവർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നു. സോളാർ പ്രശ്നം കത്തിപ്പടരുകയാണ്. അതൊന്നുമല്ല അവരെ വേദനിപ്പിക്കുന്നത്. അവരെ വേദനിപ്പിച്ച വിഷയം എന്ന് പറയുന്നത് ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യസ്നേഹി, ആയിരക്കണക്കിന് 10,000-കണക്കിന് സുഹൃത്ത് ബന്ധങ്ങളുള്ള ആ മനുഷ്യസ്നേഹിക്ക് ഒരു ആശ്വാസവാക്ക് പറഞ്ഞു കൊടുക്കുവാൻ, കുഞ്ഞുഞ്ഞെ നീ ഭയപ്പെടണ്ട, കുഞ്ഞുഞ്ഞെ നീ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ നിന്റെ കൂടെയുണ്ടെന്ന് പറയുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ അതാണ് പറയുന്നത്. അവർ കണ്ണീരൊഴുക്കിക്കൊണ്ട് അവരുടെ ചങ്ക് തകർന്നുകൊണ്ട് അവർ പറയുകയാണ്, ആരും ഉണ്ടായിരുന്നില്ല. അവർ ആ വചനം തന്നെ എടുത്ത് പറയുന്നു. അവർ വേറെ ഒന്നും പറഞ്ഞില്ല, അത് മതി, അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അവരത് പറയുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, ഞങ്ങളെ ആശ്വസിപ്പിച്ചത് ദൈവമാണ്. അതിനും ദൈവം അവരോട് സംസാരിച്ചൊരു വചനം അവർ പറയുന്നുണ്ട്. യെശയ്യാ 41:10 ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അത് നീതിയുള്ള ഒരു ദൈവമുണ്ട്. നാം തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, നാം നിന്ദിക്കപ്പെടുമ്പോൾ, നാം അപമാനിക്കപ്പെടുമ്പോൾ, നാം എല്ലാവരും തള്ളിക്കളയപ്പെടുമ്പോൾ നമുക്ക് മുന്നുമേ കടന്നുപോയ ഒരു ദൈവമുണ്ട്. ഇതെല്ലാം അവൻ സഹിച്ചവനാണ്. അവൻ കരുണയുള്ള ദൈവമാണ്. അവൻ നീതിയുള്ള ദൈവമാണ്. അവൻ നമ്മളെ കൈവിടുകയില്ല. ആളുകൾ തെറ്റിദ്ധരിച്ചോട്ടെ, ആളുകൾ നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞോട്ടെ, ആളുകൾ നമ്മളെ നിന്ദിച്ചോട്ടെ, പക്ഷേ നമ്മുടെ കാര്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു ദിവസമുണ്ട്. നാം സത്യമായിരുന്നു, നാം കറക്റ്റായിരുന്നു, കൃത്യമായിരുന്നു എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു നിമിഷം വരും. കാരണം ആ സമയം വരെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം ആവശ്യമുണ്ട്, ദൈവ ശബ്ദം നമുക്ക് ആവശ്യമുണ്ട്. മറിയാമ്മ ഉമ്മനെ തളർത്താതെ നിർത്തിയത് ആ ദൈവവചനമായിരുന്നു. അവർ പറഞ്ഞു, ഇന്ന് എല്ലാവരും മഹാത്മാവും ദൈവാത്മാവുമായിട്ടൊക്കെ കുഞ്ഞുഞ്ഞിനെ കാണുന്നു, സന്തോഷം, പത്രപ്രവർത്തകരെല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, വളരെ സന്തോഷം. എന്നാൽ അന്ന് ഞങ്ങളുടെ ഹൃദയം തകർന്നു പോയ നിമിഷങ്ങൾ, ഞങ്ങളുടെ കുടുംബം ഉലഞ്ഞു പോയ നിമിഷങ്ങൾ, കൊടുങ്കാറ്റടിച്ച നിമിഷങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ പോലെ ഞങ്ങളുടെ കുടുംബം തകർന്നു പോയ ആ സന്ദർഭത്തിൽ ഞങ്ങൾ നോക്കി, ആരെങ്കിലും ഉണ്ടോ ഒരു ആശ്വാസവാക്ക് പറയുവാൻ? എല്ലാവരും മാറി നിൽക്കുന്ന ഒരു സന്ദർഭം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, നീ ഒരുപക്ഷെ ഇതുപോലെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുകയായിരിക്കാം. എന്നാൽ നിന്റെ ദൈവം നിന്നെ കൈവിട്ട് കളയുകയില്ല. അവൻ നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ ശക്തീകരിക്കും. അവൻ നിന്നെ സഹായിക്കും. അവൻ നീതിയുള്ള ദൈവമാണ്. അവൻ അന്യായമുള്ള ദൈവമല്ല. അവൻ നീതിയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് ഈ കഷ്ടത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഈ വചനം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ അറിയുന്നു. ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും കർത്താവ് നിങ്ങളെ അറിയുന്നു. അതുകൊണ്ട് ധൈര്യപ്പെടാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം. അതിന്മേൽ അടങ്ങിയിരിക്കുന്ന വലിയ ശക്തിക്കായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. അഗ്നിപർവ്വതം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കർത്താവെ പൊട്ടിപ്പുറപ്പെടുമ്പോൾ, ഞങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വേറെ ആരുമില്ല കർത്താവെ. എന്നാൽ നിന്റെ വചനം ഞങ്ങൾക്ക് ആശ്വാസമാണ്, അത് ഞങ്ങൾക്ക് ജീവനാണ്, അത് ഞങ്ങൾക്ക് ചൈതന്യമാണ്, അത് ഞങ്ങൾക്ക് വെളിച്ചമാണ്, ധൈര്യമാണ്. ആ വചനം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവ്. വിശിഷ്യ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെയും മേലും അങ്ങ് കരുണ കാണിക്കണമേ കർത്താവ്. പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോട്ടെ കർത്താവ്, എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോട്ടെ കർത്താവെ. യേശു നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.